ഹേയ് ഡിയേഴ്സ്! അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം പ്രിപ്പറേഷൻസിൻ്റെ ആണ്. ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് വീഡിയോ ഇടാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടത്. അപ്പോൾ ഞങ്ങളവിടെ ഓണമായാൽ എല്ലായിടവും വൃത്തിയാക്കും. അപ്പോൾ മാളു ദേ ഫാനൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഓരോന്ന് കഴുകി ഉണക്കാനിടുന്നുണ്ട്. ഉലുവ, കടുക്, ജീരകം അങ്ങനത്തെ എല്ലാം ഇതുപോലെ കഴുകി ഉണക്കിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ദേ കർട്ടൻസൊക്കെ ഇവിടെ കഴുകി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ദേ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ ഓരോന്നായിട്ടൊക്കെ എടുത്ത് നോക്കണുണ്ടേ. ഞാൻ എങ്ങനെ പണി ചെയ്യാതെ മാറി നടക്കാം എന്നാണ് ഞാൻ ഇതിലൂടെ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പം ദേ അട, പാലട മിക്സ്, അങ്ങനെ നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അമ്മ ദേ ഇവിടെ നാളത്തേക്കുള്ള ഇഡ്ഡലിയുടെ മാവ് ദേ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറും ഇഞ്ചി, നാരങ്ങ, മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചിട്ടിരുന്നാൽ പെട്ടെന്ന് അഴുകി പോകണോണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വെജിറ്റബിൾസ് ഓരോരോ കവറിലായിട്ട് ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ വെണ്ടയ്ക്ക ഒരു കവറിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു മുളക്, സാദാ മുളക്, അമരയ്ക്ക, അങ്ങനെയെല്ലാം സെപ്പറേറ്റ് പെട്ടെന്ന് അഴുകിപ്പോകുന്ന തക്കാളി, അതൊക്കെ ഞാൻ വേറെ വേറെ കവറിലാക്കിയിട്ട് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കണത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ കിടന്ന് ഓരോന്നായിട്ട് തപ്പിപ്പറക്കാണ്ട് എല്ലാം ഓരോരോ കവറിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇന്ന് ഇവിടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, എൻ്റെ ഫേവറേറ്റ് ആണ് അത്. പിന്നെ കൊഞ്ച് ഫ്രൈ, കൊഞ്ച് എനിക്ക് കഴിക്കാൻ പാടില്ലെങ്കിലും ഞാൻ കഴിക്കും. അവിയൽ, അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നേ. കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലാണ്. അത് പോട്ടേന്ന് വെച്ചിട്ട് ഞാൻ അത് കഴിക്കാറുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ നെഞ്ചരിയണ് എന്ന് പറഞ്ഞ് നടക്കാറ്. അപ്പോൾ ദേ മാങ്ങയും പുളിശ്ശേരിയും മീൻകറി ഉണ്ടായിരുന്നില്ല, ഇഞ്ചിയായിരുന്നു ഇത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ കഴിച്ച്, എനിക്കാണെങ്കിൽ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വിശപ്പായിരിക്കും. ഇപ്പം ഞാൻ നല്ലതുപോലെ ചോറൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് എത്ര ചോറ് കിട്ടിയാലും ഞാൻ കഴിക്കും, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ എല്ലാം ഉണങ്ങിയതെല്ലാം അതിൽ ഇലയും അത് പൊടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം എല്ലാം ഓരോ ടിന്നിലാക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ടിന്നൊക്കെ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. എത്ര പുതിയതുണ്ടെങ്കിലും ഈ പഴയ ടിന്നുകളൊന്നും അമ്മ കളയാറില്ല. അതെല്ലാം അമ്മ സൂക്ഷിച്ച് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ദേ ഇതുപോലെ പഞ്ചസാര, വാങ്ങിയ സാധനങ്ങളെല്ലാം അതുപോലെ ഓരോന്നിലായിട്ട് ഓരോരോ ടിന്നിലായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പോയി ഈ ഒരു മരിച്ചിനി ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മരിച്ചിനി നല്ല തിന്നായിട്ട് അരിഞ്ഞ് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക്. ഇതിവിടെ ഓണത്തിന് പതിവുള്ളതല്ല, അമ്മയുടെ വീട്ടിലൊക്കെ ഇത് എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നേ, നല്ല ക്രിസ്പി ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ആക്കിയതിന് ശേഷം പിന്നെ ദേ ഈ അച്ചാറിട്ടതൊക്കെ ഓരോരോ കണ്ടെയ്നറിലേട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അച്ചാർ തിന്നണുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ എരിവ് പുളിവെക്ക, പുളിവെല്ല പുളിയും. അപ്പോൾ ഇതേ മാളു ഇവിടെ ഈ കർട്ടൻസൊക്കെ കഴുകിയിട്ടതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണുണ്ടായിരുന്നേ. ഈ ഒരു ക്ലിപ്പ് ഊരിയതിന് ശേഷമാണ് കഴുകണത്. അപ്പം പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഡിയേഴ്സ്.